Hey traders, this is Junaid. Welcome back another trade breakdown video. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്യൂസ്ഡേ നമ്മുടെ കമ്മ്യൂണിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ആൻഡ് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ട്രേഡ് സെറ്റപ്പിനകത്ത് നമുക്ക് ഒന്നിനകത്ത് മാത്രമേ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഓഡി യു എസ് ഡിനാണ്. മെയിൻലി ആ ദിവസം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂറോ യു എസ് ഡിയും അതുപോലെ തന്നെ ഓഡി യു എസ് ഡി ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂറോ യു എസ് ഡി എനിക്ക് ഡെയിലി ബേസിസിൽ എൻട്രി മോഡൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഐ മീൻ ഇൻട്രാഡേക്ക് വേണ്ടി എൻട്രി മോഡൽസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് ഓഡി യു എസ് ഡിനകത്താണ്. സോ ഓഡി യു എസ് ഡിന്റെ വീക്ക്ലി ഡയറക്ഷൻ തൊട്ട് M30ന്റെ എൻട്രി മോഡൽ വരെയുള്ള സെറ്റപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. M30യുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്രേക്കപ്പ് ബ്ലോക്കിലോ അല്ലെങ്കിൽ ഡിമാൻഡ് സോണിലോ പ്രൈസ് അവിടെ വന്ന് ടാപ്പിന് ശേഷം M3 ഓ M5ൽ കൺഫർമേഷൻ കിട്ടി ട്രേഡ് ചെയ്യുക, ഇതായിരുന്നു എൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ട്രേഡിന് ഇതിനായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ആ ട്രേഡ് റിസ്ക് എന്ന് റിസ്ക് ആണെന്നുള്ളത് ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് സെറ്റപ്പ് റിസ്ക് ആണെന്നുള്ള ഓഡിയോ ഒക്കെ അടക്കം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ട്രേഡ് റിസ്ക് ആണെന്ന് പറഞ്ഞതുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിന്റെ കംപ്ലീറ്റ് HTF ടു LTF അനാലിസിസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ഇത് ഒരു $1000 വർത്ത് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. 29 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണ്ടന്റ്സ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കണ്ടന്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വർത്ത് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓഡി യു എസ് ഡിയുടെ ചാർട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനകത്ത് കാണുന്നത് വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ട്സ് ആണ്. സോ ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഫ്രം മൺഡേ നിങ്ങൾ വീക്ക്ലി ചാർട്ട്സ് ഒന്നും അനലൈസ് ചെയ്ത് തുടങ്ങുക. എല്ലാ ദിവസവും സ്റ്റാർട്ട് ഫ്രം ഡെയിലി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിന്റെ പ്രൈസിന്റെ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ മൺഡേ ഞാൻ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം. സോ വെനസ്ഡേ ആണ്, ഐ മീൻ ട്യൂസ്ഡേ ആണ് ട്രേഡിംഗിലേക്ക് വരുന്നത്. സോ വീക്ക്ലിയിലേക്ക് വരുന്ന സമയത്ത് മൺഡേ നോക്കാത്തത് കൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് പ്രീവിയസ് വീക്ക്ലി പ്രൈസ് എന്തൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ പ്രൈസ് എന്താണ് ചെയ്തത്, അതിന്റെ മുമ്പത്തെ ഏതെങ്കിലും ഏരിയയിൽ പ്രൈസ് വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടോ, ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് വീക്ക്ലി ചാർട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓവറോൾ വീക്കിന്റെ ഡയറക്ഷൻ നോക്കാൻ വേണ്ടിയും. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് കാണുന്ന പോലെ വീക്ക്ലി പ്രൈസ് പ്രീവിയസ്ലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓവറോൾ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ താഴോട്ട് വരുന്ന ഫോളിൽ ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങളും മാസങ്ങളും പ്രൈസ് എന്തായിരുന്നു, ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഏരിയനകത്ത്. ആൻഡ് ഫൈനലി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീക്കിന്റെ സ്വിംഗ് ലോ പ്രൈസ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൈസ് സ്റ്റിൽ എന്താണ്, പ്രൈസിന്റെ സെന്റിമെന്റ് എന്താണ്, ബെയറിഷ് സെന്റിമെന്റ് ആണ് പ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് വെൻ കംസ് ടു നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീക്ക്ലി നോക്കുന്ന സമയത്ത് പ്രൈസ് നമുക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പ്രൈസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. ഒരു അക്യുമുലേഷന് ശേഷം പ്രൈസ് മാനിപ്പുലേഷൻ ചെയ്തു. ദെൻ പ്രൈസ് എന്ത് ചെയ്തു, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. അത് നമുക്ക് സ്ട്രോങ് ക്യൂം കിട്ടി. എന്താ നമുക്ക് വേണ്ടത്, വീക്ക് ക്യൂം കിട്ടണം. അതിനുവേണ്ടി പ്രൈസ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ പ്രൈസ് എന്ത് വന്നിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. സോ ഓവറോൾ വീക്ക്ലി പ്രൈസിന്റെ ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് ഡയറക്ഷൻ ഈസ് ബിയറിഷ്. ആൻഡ് when comes to ട്രേഡിംഗ് റേഞ്ചസ് നമുക്ക് ബിയറിഷ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് POIs നോക്കുന്ന സമയത്ത് ബേസ്ഡ് ഓൺ വീക്ക്ലി നമുക്കിവിടെ പ്രൈസ് ഒരു ബ്രേക്കപ്പ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മാർക്ക് ചെയ്ത ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ കോമൺ POIസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈസ് എന്തും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സപ്ലൈ സോണും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് QML ലൈനും വരുന്നുണ്ട്. പക്ഷേ QML ലൈനും സപ്ലൈ സോണും അലൈൻഡ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, മാർക്ക് ചെയ്ത് വെക്കുന്നില്ല. നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഫസ്റ്റ് പ്ലാൻ പ്രൈസ് ഈ ഒരു എൻ്റെ ബ്രേക്കറിൽ വരുമ്പോൾ എനിക്ക് ഡെയിലി വാച്ച് ഫോറിൽ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ, എനിക്ക് ലെമിൻ മാർക്കറ്റ്സ് ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് നോക്കാം, സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇനി അതല്ല പ്രൈസ് ഇനിയും ഡിമാൻഡ് ചെയ്യുന്നത്, ഐ മീൻ കുറച്ചുകൂടിയും സെല്ലിംഗ് വോളിയം ഇനിയും ആരും ബൈങ് വോളിയം മാർക്കുന്നത് വേണമെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയിട്ട് സപ്ലൈയിൽ ടാപ്പ് ചെയ്തിട്ടായിരിക്കും പിന്നെ ആ ഒരു ആക്ച്വൽ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ രണ്ട് പോസിബിലിറ്റിയാണ് നമുക്ക് വീക്ക്ലി ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് വീക്ക്ലി ഡയറക്ഷൻ എനിക്ക് മനസ്സിലായി. പ്രൈസിന്റെ വീക്ക്ലി ബയാസും എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പോകേണ്ടത് എവിടേക്കാണ്, രണ്ടാമത്തെ ടൈം ഫ്രെയിം ആയുള്ള ഡെയിലിയിലേക്കാണ്. വീക്ക്ലി നിങ്ങൾ എല്ലാ ആഴ്ചയിലും ബിഗിനിങ് അല്ലെങ്കിൽ മൺഡേ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെയിലി ചാർട്ട്സ് നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലിന്റെ ഒരു പ്രൈസിന്റെ ഒരു ഓവറോൾ ബയാസ് നിങ്ങൾ നോക്കാൻ വേണ്ടി
മറക്കരുത്. ഓക്കെ. സോ ഡെയിലിയിലേക്ക് പോകുന്ന സമയം ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ചാർട്ട് ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്തു. ആൻഡ് ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് പ്രൈസിന്റെ ഓവറോൾ ഡയറക്ഷൻ ഇൻ ടേംസ് ഓഫ് കൗണ്ട് ട്രെൻഡ് റിമെമ്പർ ഇൻ ടേംസ് ഓഫ് കൗണ്ട് ട്രെൻഡ് മാർക്കറ്റ് എന്താണ് ബുള്ളിഷ് ആണ്. ആൻഡ് നമുക്ക് പ്രൈസിന്റെ ഒരു പ്രീവിയസ്ലി സ്ട്രക്ചേഴ്സ് എല്ലാം കാണുന്ന പ്രൈസ് നല്ല രീതിയിൽ എന്ത് സെന്റിമെന്റ് മാർക്കറ്റിനകത്തുണ്ട്. ഒരു ബുള്ളിഷ് സെന്റിമെന്റ് പ്രൈസ് മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസ് നമ്മുടെ വീക്കിന്റെ പിഒയിലൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീക്കിന്റെ പിഒഇ വരെ കൗണ്ടർ ട്രെൻഡിന്റെ ബേസിൽ നമുക്ക് എന്ത് നോക്കാം? ബൈ സൈഡ് നോക്കാം. അഗൈൻ ഡെയിലിന്റെ കേസിലേക്ക് വരുമ്പോൾ ഡെയിലിന്റെ ഒരു ഓവറോൾ ഡയറക്ഷൻ നോക്കുമ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പ്രൈസ് നമുക്ക് തന്നിരിക്കുന്നത് എവിടെയാണ് പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്നത്? ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. അപ്പോൾ ഡെയിലിന്റെ ബേസിൽ എനിക്ക് മാർക്കറ്റിനകത്ത് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യാം കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? വീക്ക് ക്യാം വേണം. അതിനുവേണ്ടി പ്രൈസ് അഗൈൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ മാർക്കറ്റിനകത്ത് എനിക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യാമും കിട്ടി. ഒരു വീക്ക് ക്യാമും കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ നോക്കേണ്ട കാര്യം എന്താണ്? എന്റെ പിഒഐസ് മാർക്ക് ചെയ്യലാണ്. സോ ഓൾറെഡി ഒരു പിഒഐ ഇവിടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു നമ്മുടെ ഡിമാൻഡ് സോൺ. പക്ഷേ ഈ ഡിമാൻഡ് സോൺ ഈ ഒരു താഴോട്ട് വരുന്ന ഒരു മൊമെന്റിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് റിയാക്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യുഎംഎൽ ലൈനും അൺമിറ്റിഗേറ്റഡ് വിക്കും ആണ്. രണ്ടും കൂടി അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അൺമിറ്റിഗേറ്റഡ് വിക്ക് വരുന്ന ഈ ഒരു ഏരിയയിലാണ്. സോ ഇതും നമ്മുടെ എന്തും കൂടി അലൈൻഡ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ക്യുഎംഎൽ ലൈനും അലൈൻഡ് ആണ്. അപ്പോൾ ഞാൻ ഒറ്റ ലൈനിൽ അല്ലെങ്കിൽ ഒറ്റ ബോക്സിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്റെ ഈ ഡിമാൻഡ് സോണിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? H1ലോ H4ലോ ഒരു മാർക്കറ്റ് സെക്ടർ ഷിഫ്റ്റോ അല്ലെങ്കിൽ സ്ട്രോങ് ക്യാമോ കിട്ടി എന്ത് ചെയ്യാം? ബൈ നോക്കാം. ഈ പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ഈ പ്രൈസ് എന്റെ ഡെയിലി പിഒയിലേക്ക് വന്നത് ഫ്രൈഡേ എൻഎഫ്പി ഡേ ആയിരുന്നു. സോ അതും നമ്മുടെ എൻവൈയുടെ ന്യൂയോർക്കിന്റെ സമയത്തും എൻഎഫ്പി ടൈമിലാണ് പ്രൈസ് അവിടെ ടാപ്പ് ചെയ്തത്. ഈ ഒരു പിഒയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ കൺഫർമേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റിയും കൺഫർമേഷൻ ഉണ്ടാവും. പക്ഷേ നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെയിലിന്റെ പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളെല്ലാം. ഞാൻ ചാർട്ട് നേരെ എവിടേക്ക് സ്വിച്ച് ചെയ്തു? H4ലേക്ക് സ്വിച്ച് ചെയ്തു. ഓഫ് കോഴ്സ് ഡെയിലിയിൽ നമുക്ക് ബുള്ളിഷ് ആണ് മാർക്കറ്റ്. H4ലും എന്തായിരിക്കും? ബുള്ളിഷ് ആയിരിക്കും. ദെൻ H4ൽ വേറെ നമുക്ക് വ്യൂസോ കാര്യങ്ങളോ എക്സ്ട്രാ ആയിട്ട് ഒന്നും ഇവിടെ നമുക്ക് നോക്കാനൊന്നുമില്ല. ദെൻ ചാർട്ട് നേരെ എന്റെ എൻട്രി ടൈം ഫ്രെയിം ആയിട്ടുള്ള H1ലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. സോ H1ലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻഎഫ്പി ഡേ ആയിരുന്നു. പ്രൈസ് എന്ത് ചെയ്തു? ആദ്യം എന്റെ പിഒയിൽ ടാപ്പ് ചെയ്തു. പ്രൈസ് പിഒയിൽ വന്ന് ടാപ്പ് ചെയ്തു. ലിക്വിഡ് ടാപ്പ് ചെയ്തു. ദെൻ പ്രൈസ് എന്ത് ചെയ്തു? ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നു. പക്ഷെ നമുക്ക് എൻഎഫ് ആയിട്ടുള്ള പിഒഐസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ആ ഒരു ടൈം ഫ്രെയിമിന് ശേഷം. അതിനുശേഷം പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു? പ്രീവിയസ് ആയുള്ള സിംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹണ്ട് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് അല്ലേ? കാൻ യു സേ ദാറ്റ്? ഇനി ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പ്രൈസ് അവിടെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഈ കാണുന്ന ലോ നമുക്ക് പ്രീവിയസ് ആയുള്ള ഡെയിലിയുടെ ലോ പോയിന്റും ആണ്. ടൈം ഐ മീൻ ദിസ് ഈസ് അവർ ഡെയിലി ലോ പോയിന്റ്. പ്രൈസിന്റെ ലോ ക്ലിയർ ചെയ്തു. ഇത് നമ്മുടെ ഏർലി മോർണിംഗ് ഐ തിങ്ക് ടോക്കിയോ സിഡ്നി സമയത്താണ് മാർക്കറ്റ് എന്ത് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് ട്രേഡ് ഒന്നും ഇല്ല. ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? എന്റെ പിഒയിൽ ടാപ്പ് ചെയ്തു. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ ആൻഡ് അഗെയിൻ ആ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു? അഗെയിൻ ലിക്വിഡിറ്റി എടുത്തു. ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നടന്നിരിക്കുന്ന ഒരു ഹ്യൂജ് മൊമെന്റം നടന്നിരിക്കുന്നത് എൻഎഫ്പിയുടെ സമയത്താണ്. നോൺ ഫണ്ട് പെയിൻ റോളിന്റെ സമയത്താണ്. അത്യാവശ്യം ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്. മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല? എക്സിക്യൂട്ട് ചെയ്യാൻ പറയില്ല. മെയിൻ റീസൺ സ്ലിപ്പേജും ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിക്ക് സ്പ്രെഡിലുള്ള വ്യത്യാസവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ 2 പ്രിഫർ ചെയ്യാതിരുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പ്രൈസ് എവിടേക്ക് വരുമ്പോൾ എൻട്രി എടുക്കുക? ഈ കാണുന്ന ഡിമാൻഡ് സോണിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കാം. ഓൾസോ നമുക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ഇവിടെ ബ്രേക്കപ്പ് ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഈ 2 പോസിബിലിറ്റിയാണ് എനിക്ക് മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത് എന്റെ ഡിമാൻഡ് സോണും എന്റെ ബ്രേക്കപ്പ് ബ്ലോക്കും. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ന്യൂസ് കാൻഡിൽ പിഒ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ. ഇത് ന്യൂസ് കാനൽ ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂസ് കാനൽ ഏരിയ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ന്യൂസ് കാനലിലെ ഹൈ എടുക്കണം. രണ്ടാമത് ന്യൂസ് കാനലിൽ ലോ എടുക്കണം. എസ്പെഷ്യലി എൻഎഫ്പി പോലുള്ള ന്യൂസ് കാനലൊക്കെ ആണെങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് കാനൽ എപ്പോഴും എന്താണ്? ലിക്വിഡിറ്റി ആണ്. നിങ്ങളിപ്പോൾ ന്യൂസിന്റെ സമയത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല ഡീസന്റ് ബ്രോക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ന്യൂസിന്റെ സമയത്തുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. ചിലവരൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ വരാറുള്ളൂ മാർക്കറ്റിനകത്ത്. സോ നിങ്ങൾ അങ്ങനെ നല്ലൊരു ബ്രോക്കർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൽപാരി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ തന്നെ ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഫേമാണ് അൽപാരി എന്ന് പറഞ്ഞാൽ. ഓൾസോ ഇതിന്റെ സിസ്റ്റർ കമ്പനി ആയിരുന്നു എഫ്എക്സ് ടീം. എഫ്എക്സ് ടീം ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ യൂസേഴ്സിനൊന്നും ഓൺബോർഡ് ചെയ്യുന്നില്ല. സോ പുതിയ യൂസേഴ്സിന് ഏറ്റവും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സിനെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിൽ ഒന്നാണ് അൽപാരി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ലീഡിംഗ് ടോപ്പ് സീറോ സ്പ്രെഡ് ബ്രോക്കറാണ് അൽപാരി എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ മാർക്കറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കമ്പാരി പെക്സനസ് ആണെങ്കിലും ബാക്കിയുള്ള ബ്രോക്കേഴ്സ് ആയിട്ടുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് അൽപാരിയുടെ കമ്മീഷനും അതുപോലെ തന്നെ സ്പ്രെഡും വളരെ ലെസ് ആണ്. ഓൾസോ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. MT5ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ MT5യുടെ അല്ലെങ്കിൽ മെറ്റാ കോഡ്സിന്റെ ഒഫീഷ്യൽ ലിക്വിഡിറ്റി പ്രൊവൈഡറും ആണ് അൽപാരി എന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ ലിങ്ക് കൊടുക്കാം. അത് ത്രൂ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും
എൽപാരിയുടെ നിങ്ങൾക്ക് സീറോ സ്പ്രെഡ് അക്കൗണ്ട് $100 സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ അപ് ടു $500 വരെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസും കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ $300 എന്ത് ചെയ്യേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓൾസോ നിങ്ങൾക്ക് ഇവരെ എൽപാരിയുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ കസ്റ്റമർ സപ്പോർട്ടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഓൾസോ നമുക്ക് മലയാളത്തിലും എന്തുണ്ട് ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയോ അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് എന്തെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടിയോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഓഡിയോ വെസ്റ്റിനകത്ത് ട്രേഡ് നോക്കുന്ന സമയത്ത് ഓൾറെഡി ഈ 2 ഹൈസും ഈ ന്യൂസ് സ്കാനിലെ ഹൈയും ലോയും എനിക്ക് ലിക്വിഡിറ്റിയാണ്. ഓൾറെഡി പ്രൈസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇതിന്റെ മുകളിൽ എല്ലാ ലിക്വിഡിറ്റീസും പ്രൈസ് 100 ലോ മാത്രമേ ഉള്ളൂ ഇവിടെ എടുക്കാൻ വേണ്ടി. സോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ എടുക്കാം, എടുക്കാതിരിക്കാം അതൊക്കെ പ്രൈസിന്റെ ഡിസിഷൻ ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു എൻട്രി പോസിബിലിറ്റി അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ M30 ആണ്. M30ന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗിനുള്ള ഒരു ഏരിയ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് കാണുന്ന പോലെ. എവിടേക്ക് എന്തിന്റെ ബേസിലാണ് കിട്ടുന്നത് വെച്ചാൽ ഞാൻ ചാർട്ട് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ചാർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ M30. നിങ്ങൾക്ക് എൻട്രി നോക്കാൻ വേണ്ടിയുള്ള ഒരു പോസിബിലി നോക്കിയിട്ടുണ്ടായിരുന്നത് M30ന്റെ ആണ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ M30ലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതാണ് എന്റെ ന്യൂസ് കാൻഡിൽ. ഈ ന്യൂസ് കാൻഡിൽ ഇൻസൈഡിനകത്ത് തന്നെ എനിക്ക് ഇവിടെ പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്? ഒരു ട്രേഡിംഗ് റേഞ്ചസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൈസിന്റെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. മാർക്കറ്റ് എന്ത് തന്നിട്ടുണ്ട്? സ്ട്രോങ് ക്യാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഒരു വീക്ക് ക്യാം വേണം. അതിനുവേണ്ടി പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇങ്ങനത്തെ സെറ്റപ്സിനൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു 1 to 1 ഇയേഴ്സ് ബാക്ക് ഒക്കെ നല്ല രീതിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരം സെറ്റപ്സിനകത്ത് കിട്ടുന്ന ഇന്റേണൽ ട്രേഡിംഗ് റേഞ്ചിനകത്തുള്ള ഒരു ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ സക്സസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി മുമ്പത്തേനേക്കാളും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കൊരു 50-50 അല്ലെങ്കിൽ 60-40 റേഷ്യോ ചില 40-60 റേഷ്യോയിലേക്കുള്ള സമയത്ത് ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായിട്ട് കുറച്ച് മാസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഒരു ഇയർ ആയിട്ട് ഇതിന്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന എൻട്രി ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്രേക്കപ്പ് ബ്ലോക്കിലാണ്. ഓക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്? ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. മാർക്കറ്റിനകത്ത് സ്ട്രോങ് ക്യാം ക്രിയേറ്റ് ചെയ്തു. പിന്നെ അപ്സൈഡിൽ നമുക്ക് വീക്ക് ക്യാം ഞാൻ ജസ്റ്റ് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു കാണുന്ന എന്താ പറയാ ബ്രേക്കപ്പ് ബ്ലോക്കിലും വരുമ്പോൾ എൻട്രി നോക്കാം. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഡിമാൻഡ് സോണിലും എന്ത് ചെയ്യാം? എൻട്രി നോക്കാം. സോ ഇത് രണ്ടായിരുന്നു എന്റെ എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പിഒയുടെ പ്രോബിലിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ടായിരുന്നു? ഏഷ്യ കൂടെ പ്രൈസ് ഇവിടെ എസ്പെഷ്യലി ഏഷ്യന്റെ ലോ എന്തായിരുന്നു? നമുക്ക് ലിക്വിഡിറ്റി ആയിരുന്നു. സോ സംവെയർ അറൗണ്ട് ഹിയർ ഈസ് അവർ ഏഷ്യന്റെ ലോ. ഓക്കെ. ഏഷ്യന്റെ ലോ എനിക്ക് ലിക്വിഡിറ്റി ആയിരുന്നു. അപ്പോൾ ഈ ഒരു പിഒ എനിക്ക് എൻട്രി എടുക്കാം. റിസ്ക് ആണ്. സെറ്റപ്പ് റിസ്ക് ആണ്. ഓഫ് കോഴ്സ് റിസ്ക് ആണ്. പക്ഷേ എവിഡൻസ് എല്ലാം ഓക്കെയാണ്. പ്രൈസ് ഈ പിഒയ്ക്ക് വേണ്ടി ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ഏരിയയിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി അവിടെ നോക്കാവുന്നതാണ്. സോ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ M30ന്റെ പിഒയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ M3 M5 M3 M5 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫർമേഷൻ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺഫർമേഷന് വേണ്ടി LTFലേക്ക് പോകാം. സോ ഈ കാണുന്ന ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോ കൺഫർമേഷൻ എടുത്തിരുന്നത് M5ലാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. സോ M5ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു? ആദ്യം എൻ്റെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ വന്നിട്ട് പ്രൈസ് ടാപ്പ് ചെയ്തു. അതിനുശേഷം എനിക്ക് എന്ത് കിട്ടി? അതിന് മുമ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് പ്രൈസ് ആണ്. ദെൻ ഒരു മാർക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ത് ചെയ്തു? പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു പ്രൈസ് എൻ്റെ HTF ആയിട്ട് അലൈൻഡ് ആയിട്ട് LTFലും പ്രൈസ് എന്ത് ചെയ്തു? ബൈ സൈഡ് മൊമെന്റം കാണിച്ചു തുടങ്ങി. ഇനി ഇത്രയും കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പിഒ കണ്ടുപിടിക്കുക. സോ പിഒ എന്ന് വെച്ചാൽ ബ്രേക്കപ്പ് ബ്ലോക്ക് ഒത്തിരി ദൂരെയാണ്. നമുക്കൊരു NF ആയാലും റിസ്ക് റിവാർഡിനുള്ള സ്പേസസോ കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഒരു ഓപ്ഷൻ ക്യോമൽ ലൈൻ ആണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഡിമാൻഡ് സോണോ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചാർട്ട് ഇത്രയും ഇവിടെ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ചാർട്ട് ഒന്നും ക്ലീൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഞാൻ മുമ്പ് കമ്മ്യൂണിറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ 1 ടൈം ഫ്രെയിം ഹയറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് നോക്കാം? നിങ്ങളുടെ ഏരിയനെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യാം. സോ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് M50യിൽ വന്നതിന് ശേഷം ഞാൻ ചാർട്ട് റിഫൈൻഡ് ആക്കാൻ വേണ്ടി M50യിൽ വന്നു. ഞാൻ M50ന്റെ ബേസിലുള്ള എന്ത് മാർക്ക് ചെയ്ത് വെച്ചു? ഡിമാൻഡ് സോണും മാർക്ക് ചെയ്ത് വെച്ചു. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് ക്യോമൽ ലൈനും ഡിമാൻഡ് സോണും അലൈൻഡ് ആയിട്ടാണ് വരുന്നത്. M5 തന്നെയാണ് എന്റെ കൺഫർമേഷൻ. റിമെമ്പർ M5 തന്നെയാണ് എന്റെ കൺഫർമേഷൻ. പക്ഷേ പ്രൈസ് എനിക്ക് അവിടെ ഒരു പിഒഐ പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു റിഫൈൻഡ് ആക്കാൻ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി പെർഫെക്റ്റ് പിക്ചറിന് വേണ്ടിയാണ് എവിടേക്ക് വന്നത്? M50യിലേക്ക് വന്നത്. സോ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ഈ കാണുന്ന ഓഫ് കോഴ്സ് ഈ കാണുന്ന ഡിമാൻഡ് സോണിലാണ് എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൽ ബിലോ ദ പ്രൊട്ടക്റ്റഡ് ലോ ആൻഡ് ടാർജറ്റ് എവിടെ വെക്കാം നമുക്ക്? ഏറ്റവും ബെസ്റ്റ് ടാർജറ്റ് നമ്മുടെ ഈ കാണുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ത് ചെയ്യാം? എനിക്ക് ടാർജറ്റ് വെക്കാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒന്നും ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ഇതാണ് എന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ടാർജറ്റ് എന്ന് പറഞ്ഞത്. ആൻഡ് പ്രൈസ് പ്രീവിയസ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഈ കാണുന്ന ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എന്തും വെച്ചിട്ടുണ്ട്?
ബ്രേക്ക് ഈവനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ നോക്ക് പ്രൈസ് ഇവിടെ വന്നിട്ടൊക്കെയാണ് തിരിച്ച് എന്തെങ്കിലും കേറി പോയിരിക്കുന്നത്. അപ്പം ഹൈ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്ലിപ്പേജ് കാരണം അല്ലെങ്കിൽ സ്പ്രെഡ് കാരണം എസ്എൽഎ അടിച്ചിട്ടുണ്ടാവും. സോ ഇത്രയായിരുന്നു ഈ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം. സെറ്റപ്സ് എല്ലാം ഞാൻ ഓൾറെഡി പറയാണ്. ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാം കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മുടെ എലമെന്റിലെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. ഫ്രീ സബ്സ്ക്രിപ്ഷൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ അത് ചോദിക്കാവുന്നതാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെയിം നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂട്യൂബിനകത്ത് നമ്മൾ ഓൾറെഡി അത്യാവശ്യം വർത്തായുള്ള കണ്ടന്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ചെക്കൗട്ട് ചെയ്യുക, ഇത് കണ്ട് പഠിക്കുക. എന്നതിന് ശേഷം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോഴ്സിനകത്ത് ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും ഒരു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരു മെന്റർഷിപ്പ് എടുക്കാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഇവിടെ കണ്ടന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കംപ്ലീറ്റ് ഈ സ്മാർട്ട് മണിയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സീ യു.